26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാമല്ലോ, അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലാണ് ട്രംപ് പറഞ്ഞത് ഈ ഇനിയുള്ള ഈ ഇടക്കാല വെടിനിർത്തൽ ഒരു കരാറ് അത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതും, അതോടൊപ്പം ഇറാന്റെ ടോപ്പ് നെഗോഷിയേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് ബാഗേർ ഗലിബാഫ് എന്ന് പറയുന്ന ആളും പറഞ്ഞിട്ടുണ്ട് മേജർ വയലേഷൻസ്, അതായത് വലിയ ഈ വെടിനിർത്തലിനൊക്കെ വലിയ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് രണ്ടുപേരും പറഞ്ഞു. കഴിഞ്ഞ ജൂൺ പകുതിക്കലായിരുന്നു ഇരു രാജ്യങ്ങളും ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. പക്ഷെ ഇത് തകർന്നതോടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഇറാനിലെ 85 ഇറാനിലെ പല കേന്ദ്രങ്ങളിലും ബോംബിട്ടു, ആക്രമണങ്ങൾ നടത്തി. തിരിച്ച് ഇറാനും ബഹ്റൈനിലും കുവൈറ്റിലും അടക്കം 85 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. കുറേയൊക്കെ താർക്കാൻ കഴിഞ്ഞെങ്കിലും ഇത് വലിയൊരു പ്രതിസന്ധി ഗൾഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൾഫിലെ മലയാളികളും ലക്ഷക്കണക്കിന് മലയാളികളും പ്രവാസി ഇന്ത്യക്കാരുമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, UAE അടക്കമുള്ള രാജ്യങ്ങളിൽ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് വലിയൊരു ഒരു ഒരു പ്രതിസന്ധിയോ ഒരു ഒരു വലിയ ആശങ്കയോ വീണ്ടും സൃഷ്ടിച്ചിരിക്കുക. നമുക്കറിയാം, ഏതാനും നാളത്തെ യുദ്ധത്തിൽ പലയിടത്തും വിമാനത്താവളങ്ങൾക്ക് നേരെ വരെ ആക്രമണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇത് ഈ ഒരു വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഈ ഗൾഫിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. അവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങൾ പലതും ഉള്ളത്. അത് പലതും ചെറിയ രാജ്യമായതിനാൽ തന്നെ ഈ ഭവന ഏരിയകളും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഏരിയകളും വാണിജ്യ സ്ഥാപനങ്ങളും ഒക്കെ വളരെ അടുത്താണ്. ഈ ബഹ്റൈനിലെ അമേരിക്കയുടെ താവളത്തോടടുത്ത രാജ്യമാണ്. അപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. അതുപോലെ തന്നെ കുവൈറ്റിലും നമുക്കറിയാം, കുവൈറ്റിലും ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും അധികം അമേരിക്കയുടെ താവളങ്ങളുള്ള ഒരു രാജ്യമാണ് കുവൈറ്റ്. ഏതാണ്ട് 13,500 അമേരിക്കൻ സൈനികർ തന്നെ കുവൈറ്റിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഒരു ഒരു വലിയ പ്രതിസന്ധി. ഇതിനകത്ത് പലരും മലയാളികൾ വരെയുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവർ പല മലയാളികളുണ്ട്. നമുക്കറിയാം, ഇറാഖിലെ 1990 നടന്ന ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തിന് ശേഷം എല്ലാം ഒന്നും സമാധാനത്തിൽ വരുന്നിട്ടില്ലെങ്കിൽ പിന്നീടാണ് പലയിടത്തും അവിടെ ISIS ആക്രമണങ്ങൾ ഉണ്ടായത്. ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി കൂടുതൽ ഇറാൻ തിരിച്ചടിക്കുകയാണ് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെ. അത് സൗദി അറേബ്യ അടക്കം തിരിച്ചടി ശക്തിപ്പെടുത്തുന്നു, പ്രത്യാക്രമണം രൂക്ഷമാകുന്നു എന്ന രീതിയിൽ പറയുന്നു. അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ആ ധാരണാപത്രം അതിന്റെ കാലാവധി അവസാനിക്കുന്ന രീതിയിലുള്ള പ്രകോപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാൻ പറയുന്നു അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് നിൽക്കുമെന്ന് പറയുന്നു. ഈ ഒരു പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിനിടയിൽ തന്നെ ഇന്ധനവിലയിൽ അടക്കമുണ്ടായ ആ ഒരു മാറ്റം, ഇന്ധന പ്രതിസന്ധി ഉണ്ടായതറിയാം. അതുപോലെ ഗാർഹിക ആവശ്യങ്ങൾക്ക് പോലും, എന്തിനേറെ പറയുന്നു, ഒരു മുട്ടുസൂചി വാങ്ങുന്നതിൽ പോലും ആ ഒരു വില മാറ്റം ഉണ്ടായത്, ആ ഒരു ഞെരുക്കം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ യുദ്ധം വീണ്ടും അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഇനി അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു? ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്കില് അവിടെ ചരക്ക് അസംസ്കൃത എണ്ണയുടെ ക്രൂഡ് ഓയിലിന്റെ നീക്കമടക്കമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നു എന്നതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നത്. കാരണം ഈ അവിടെ സമീപനം സ്വീകരിക്കുമെന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ ഇപ്പോഴത്തെ നിലയിൽ ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ വഷളാകാനാണ് സാധ്യത. അപ്പൊ അതൊരു ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ നിൽക്കുകയാണിപ്പോൾ. ഈ പ്രശ്നങ്ങളെ എങ്ങനെ ആഗോളതലത്തിൽ നേരിടാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു ഐഡിയ പോലുമില്ല. കാരണം ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് യുദ്ധം നിർത്തുമെന്ന് പറയും, നാളെ തുടങ്ങിയെന്ന് പറയും, ചിലപ്പോൾ നോക്കി നിൽക്കുമ്പം യുദ്ധം ആരംഭിക്കുന്നു. അദ്ദേഹം ചിലക്ക് സമാധാന നായകനായി അവതരിക്കുന്നു, പിറ്റേ ദിവസം യുദ്ധനായകനായി അവതരിക്കുന്നു. ഇതെല്ലാം ഒരേ അത്തരത്തിലുള്ള ഒരു ലോക നേതാവാണ് ഇന്ന് അമേരിക്കയെ നയിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളും അവിടെയുണ്ട്. എന്തായാലും ഇപ്പൊ തന്നെ ഈ രാസവളങ്ങളുടെ വില കൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലടക്കം. അത് ആഗോളതലത്തിൽ തന്നെ രാസവളങ്ങളുടെ വില, പെട്രോളിയം വില കൂടിയതുണ്ട്. ഇന്ത്യയിൽ ഇനിയത് കുറച്ചിട്ടില്ല. പ്രധാനപ്പെട്ട പൊതുമേഖലാ എണ്ണ കമ്പനികളൊക്കെ കൂട്ടിയ വില ഇനിയും കുറച്ചിട്ടില്ല. അപ്പൊ ഇതൊരു
അമേരിക്കൻ ഫാം ബ്യൂറോ ഫെഡറേഷന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തന്നെ അമേരിക്കയിൽ പോലും വലിയ തോതിൽ രാസവളങ്ങളുടെ വില കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം ലോകത്താകെ ബാധിക്കുകയാണ്. അപ്പൊ എന്നിട്ടും ഇതിനൊരു പരിഹാരം ആരും കൃത്യമായി നിർദ്ദേശിക്കുന്നില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ ഒരു സൂചന. അപ്പൊ അതെല്ലാം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു പിടിയും ആർക്കുമില്ല. ഈ പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ പരിഹരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ പോലും ഒന്നും ഒരു പരിഹാരം കൃത്യമായി ആർക്കും പറയാൻ കഴിയുന്നില്ല. സാറിപ്പോ നിലവിൽ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇറാൻ അമേരിക്ക കരാർ 24 മണിക്കൂറിനൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നു, എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇനി മുന്നിൽ ഉണ്ടാകില്ല എന്നൊക്കെ ലോകത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഒരുപക്ഷെ പാകിസ്ഥാൻ. ട്രംപ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇറാന്റെ നിലപാട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇനി പാകിസ്ഥാൻ ഇതിനിടയിൽ ഒരു ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മീഡിയേറ്റർ എന്ന രീതിയിൽ പാകിസ്ഥാൻ അതിന് ഉള്ള ഒരു കഴിവില്ല എന്ന രീതിയിൽ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ വാക്കുകൾ ചെവിക്കൊള്ളുന്നില്ല എന്ന നിലയിലേക്കാണോ ഇത് മനസ്സിലാക്കിയെടുക്കേണ്ടത്? പാകിസ്ഥാൻ ഒരു കാലത്തും അത്രയ്ക്ക് വിശ്വസനീയമായ രാജ്യമായോ മറ്റ് ഇന്ത്യയും മറ്റ് ലോകരാഷ്ട്രങ്ങളും കാണാൻ കഴിയില്ല. കാരണം അവസരവാദ സമീപനങ്ങൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. അവരുടെ പ്രതിസന്ധികളെ മറികടക്കാനും അവരുടെ ഭീകരതയോടും ഇസ്ലാമിക ചില തീവ്രവാദ ഗ്രൂപ്പുകളോടുമുള്ള അവരുടെ അടുപ്പവും അവർക്കുള്ള സാമീപ്യവും അവരുടെ ഊട്ടി വളർത്തുന്നതും ഒക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ കിടക്കുകയാണ്. ഇതിനിടയിൽ മധ്യസ്ഥതയുടെ അമേരിക്കയുമായിട്ടുള്ള പുതിയ ചങ്ങാത്തത്തിന്റെ മറവിലാണ് പാകിസ്ഥാൻ ഈ മധ്യസ്ഥതയുടെ റോളിലെത്തിയത്. പക്ഷെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയ്ക്കൊന്നും വലിയ വില കൽപ്പിക്കുന്നില്ല. ഇവിടെ തീരുമാനമെടുക്കുന്നത് ട്രംപും നെതന്യാഹുവാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇറാനിൽ അയത്തുള്ള ഖമൈനിയുടെ അടക്കമുള്ള മരണത്തിനും അവന്റെ ഇടക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. വലിയൊരു നേതൃത്വ പ്രതിസന്ധി അവിടെയുണ്ട്. ഒത്തിരിയേറെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൈനിക നാശങ്ങളും അല്ലാത്ത നാശങ്ങളും. എന്നിട്ടും അമേരിക്കയ്ക്ക് ഇറാനെ പൂർണ്ണമായി തകർക്കാനാവുന്നില്ല. ഇപ്പോഴും അവര് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നു എന്നത് തന്നെ പലപ്പോഴും പലരെയും ഞെട്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ യുദ്ധം നമ്മൾക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണ്. നമ്മുടെ കൂടുതൽ വിലക്കയറ്റം സൃഷ്ടിക്കാനും പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും തൊഴിൽ നഷ്ടപ്പെടാനും ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് മലയാളികളെ നേരിട്ട് ബാധിക്കാനും കേരളത്തിലടക്കമുള്ളവരെയും ഇന്ത്യയിൽ ആകെയും ജനങ്ങളെ പൊതുവെ ബാധിക്കാനും ഒക്കെ ഇടയാക്കുന്നതാണ് ഈ പ്രതിസന്ധി. എത്രയും വേഗം പരിഹരിക്കപ്പെടണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ പ്രവാസികളെ അടക്കം അതിരൂക്ഷമായി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധം പോവുകയാണ്. വളരെ നന്ദി ശ്രീ ജോർജ് കള്ളിക്കൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.